നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ധനക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം, ഒന്നാം പാദ നക്ഷത്ര ജാതരുടെ 2025 നവംബർ ഡിസംബർ മാസ ജ്യോതിഷ ഫല സാധ്യതകളാണ്. ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശാലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ്. ഇതെങ്ങനെയാണൊരു ധനക്കൂറുകാരൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളൂ എന്ന് ചോദിച്ചാൽ, ഏതൊരു ധനക്കൂറുകാരൻ്റെയും ജാതകമനുസരിച്ച് 2025 നവംബർ ഡിസംബർ മാസങ്ങളിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെ കൂടി ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക. ധനക്കൂറുകാരുടെ 2025 നവംബർ ഡിസംബർ മാസ ജ്യോതിഷ ഫലസാധ്യത പറയുമ്പോൾ ചാരവശാലുള്ള ഗ്രഹസ്ഥിതി ഒന്ന് ശ്രദ്ധിച്ചാൽ, വ്യാഴം 7-8 ഭാവങ്ങളിലും, കേതു 9-ലും, രാഹു 3-ലും, ശനീശ്വരൻ 4-ലും നിൽക്കണം. അർദ്ധാഷ്ടമ ശനി ദോഷത്തിലൂടെ ശനിദോഷ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പ്രത്യേകമായൊരു ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടായിരിക്കണം. നമുക്ക് ധനക്കൂറിൽപ്പെട്ട മൂലം നക്ഷത്ര ജാതരുടെ 2025 നവംബർ മാസ ജ്യോതിഷ ഫല സാധ്യതകൾ എന്തൊക്കെയാണെന്ന് ആദ്യം പരിശോധിക്കാം. ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും കാര്യ തടസ്സങ്ങൾ ഉണ്ടാവാനിടയുണ്ട്. ഒരു ഭാഗ്യ തടസ്സം പോലെ ആ ഭാഗ്യ തടസ്സത്തെ തട്ടിമാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ ചെറിയ തടസ്സങ്ങളോ മറ്റോ വരാനിടയുണ്ടെങ്കിലും അവയൊക്കെ അതിജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഏതെങ്കിലും കടബാധ്യതകളെ സംബന്ധിച്ച് മനസ്സ് ആശങ്കപ്പെടാനിടയുണ്ടെങ്കിലും ക്ഷമയോടുകൂടുള്ള സമീപനം ആ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം ലഭ്യമാക്കി തരുന്നതാണ്. അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള പ്രതിസന്ധികളിലൊന്നും പോയി കുടുങ്ങാതിരിക്കുവാൻ വേണ്ടുന്ന ശ്രദ്ധയും ജാഗ്രതയും കൊടുക്കേണ്ടതാണ്. കോടതി വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിജയങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വളരെ കാലമായിട്ട് മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നടന്നു കിട്ടുവാനുള്ള സാധ്യതയും ഉണ്ട്. അർദ്ധാഷ്ടമ ശനി ദോഷമാണെന്നുള്ള ഒരു പ്രത്യേക ശ്രദ്ധയും ജാഗ്രതയും വേണം. കുടുംബപരമായിട്ടുള്ള ഏതെങ്കിലും വിഷയത്തിലൊക്കെ അല്പം വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി തന്നെ പെരുമാറണം. കോപാധിക്യം കൊണ്ട് കാര്യങ്ങൾ പ്രതികൂലമാകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരരുത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വിദ്യാഭ്യാസ വിഷയത്തിൽ വേണ്ടത്ര ശുഷ്കാന്തിയും ജാഗ്രതയും കാണിച്ചാൽ മാത്രമേ വിജയം നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. വിദേശയാത്രാ സംബന്ധമായിട്ടുള്ള പരിശ്രമങ്ങൾക്കും ഫലസിദ്ധി ഉണ്ടാകുമെങ്കിലും അമിതമായിട്ടുള്ള ചിലവുകളോ അതല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ വിശ്വാസവഞ്ചനയ്ക്ക്, സാമ്പത്തികപരമായിട്ടുള്ള വിശ്വാസവഞ്ചനയ്ക്ക് ഇരയാകുവാനോ സാധ്യതയുണ്ട് എന്ന് മറന്നു പോകുന്നു. ചുരുക്കത്തിൽ നവംബർ മാസം എന്ന് പറയുന്നത് ഗുണദോഷ സമ്മിശ്രമാണെങ്കിൽ പോലും കുറച്ചധികം ശ്രദ്ധയും ജാഗ്രതയും ഏത് കാര്യത്തിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് നമുക്ക് സൂചിപ്പിക്കാറുള്ളത്. ഇനി നമ്മൾ പൂല നക്ഷത്രജാതരുടെ 2025 ഡിസംബർ മാസ ജ്യോതിഷ ഫലസാധ്യതകൾ ശ്രദ്ധിച്ചാൽ, ഏത് കാര്യത്തിലും നിലവിലുണ്ടായിരുന്ന തടസ്സം നീങ്ങി കാര്യങ്ങൾ ഏകദേശം അനുകൂലത്തിൽ വരുന്നതായിട്ട് തോന്നാം. അതുപോലെ തന്നെ ഏതിലുമുണ്ടായിരുന്ന ഒരു അസംതൃപ്തി അല്ലെങ്കിൽ ഒരു നിരാശ, ഒരു മനോദുഃഖം ഏകദേശം മാറിപ്പോകുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വിവാദ വിഷയങ്ങളിൽ ചെന്ന് ചാടാതിരിക്കണം. നിയമപരമായിട്ട് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കാര്യങ്ങളിൽ അകപ്പെടാതിരിക്കുന്നതാണ് നല്ലത്. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോഴും ഉയരങ്ങൾ കയറി ഇറങ്ങുമ്പോഴുമൊക്കെ അല്ലെങ്കിൽ തെന്നി വീഴാതിരിക്കുവാൻ വേണ്ടുന്ന ശ്രദ്ധ കൊടുക്കുക. ദാമ്പത്യ ജീവിതത്തിൽ വേണ്ടുന്ന വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ ഒഴിവാക്കിക്കൊണ്ട് പോകണം. പഠന വിഷയത്തിൽ നിന്നും പിന്നോക്കം പോകുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളിലും ഇടപെടാതിരിക്കുന്നതാണ് ബുദ്ധി. അവനവൻ്റെ കഴിവിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ വാഗ്ദാനങ്ങളെ കൊടുക്കാവൂ. അതല്ലെങ്കിൽ അവയിൽ നിന്നും തിരിച്ചടികൾ പ്രതീക്ഷിക്കേണ്ടുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. എന്നിരുന്നാൽ പോലും സാമ്പത്തികമായിട്ടുള്ള കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്ന പോലും വലിയ പ്രതിസന്ധികളിലേക്ക് നയിക്കപ്പെടുന്നതല്ല. ഒരിടത്തുനിന്ന് കടം വാങ്ങിച്ച് മറ്റൊരിടത്ത് കടം വീടേണ്ടി വരുന്ന തരത്തിലേക്ക് മാറിയേക്കാം. ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളിലൊക്കെ അല്പം കഠിനമാണെന്ന് തോന്നിയേക്കാം. ഏതെങ്കിലും തരത്തിലുള്ള ശുപാർശകൾ ഏകദേശം അംഗീകരിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. വിശേഷ ഭക്ഷണാനുഭവം, അതുപോലെ തന്നെ താല്പര്യങ്ങൾ, മറ്റേതെങ്കിലും തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങളുടെ താല്പര്യവും ഈ കാലഘട്ടത്തിൽ ലഭ്യമാകുവാനിടയുണ്ട്. ദാമ്പത്യ സംതൃപ്തിയിലേക്ക് നയിക്കപ്പെട്ടാലും സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ച് അഭിപ്രായ ഭിന്നത ഉണ്ടാകരുത്. രോഗവിഷയങ്ങളെ സംബന്ധിച്ചുള്ള ആശങ്കകളും ഏകദേശം ഒഴിവാക്കിക്കൊണ്ട് പോകാൻ പറ്റുന്നൊരു കാലഘട്ടമാണ്. ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടെ മുന്നോട്ട് പോവുക എന്നാണ് പറയാനുള്ളത്.
മൂലനക്ഷത്രത്തിലെ നവംബർ മാസത്തിൽ ചെയ്യേണ്ടുന്ന ദോഷകർമ്മങ്ങൾ അല്ലെങ്കിൽ ചെയ്യേണ്ടുന്ന പരിഹാരങ്ങൾ എന്ന് പറയുന്നത് വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അതുപോലെ തന്നെ മഞ്ഞ നിറത്തുള്ള വസ്ത്രം ധരിക്കുക, ഏതെങ്കിലും തരത്തിലുള്ള ഹോമങ്ങളോ വഴിപാടുകളോ ഒക്കെ മഹാവിഷ്ണു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുക. ഡിസംബർ മാസത്തിൽ ശനി പ്രീതി വരുത്തുക, നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക, ശനിയാഴ്ച ദിവസത്തിന് പ്രാധാന്യം കൊടുക്കുക, കാക്കയ്ക്ക് എള്ളും തൈരും കലർത്തിച്ചോറ് കൊടുക്കുക, നീരാജന സമർപ്പണം. അത് നവംബർ ഡിസംബർ മാസങ്ങളിൽ തുടർന്ന് പറയണം, കാരണം അർദ്ധാഷ്ടമ ശനിദോഷം ഉള്ളതുകൊണ്ട്. വ്യാഴപ്രീതി എന്ന് പറയുന്നത് ഒരു പരിധിവരെ നവംബർ മാസത്തിൽ ചെയ്താൽ മതിയാകും. ഇതാണ് നമുക്ക് മൂലനക്ഷത്രത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി പൂരാട നക്ഷത്രയാതിരുടെ 2025 നവംബർ മാസഫലം എങ്ങനെയായിരിക്കും എന്ന് നോക്കിയാൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടന്നു മാറുന്നതായിട്ട് തോന്നിയേക്കാം. സാമ്പത്തികമായിട്ടുള്ള ചിലവുകൾ പ്രതീക്ഷിച്ചിരുന്നതിൽ നിന്നും അധികരിക്കുവാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ ചില വിമർശനങ്ങളെ അസഹിഷ്ണുതയോടുകൂടി തന്നെ നേരിടേണ്ടി വന്നേക്കാം. സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരുന്ന ചിലവുകളെ സംബന്ധിച്ചോ ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ ഭിന്നതയ്ക്ക് സാധ്യതയുണ്ട്. സന്താനങ്ങളെ സംബന്ധിച്ചും ചില നേരിയ ദുഃഖങ്ങൾക്ക് ഇടയുള്ളൊരു കാലഘട്ടമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ അതീവ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടതാണ്. വിവാഹാദി മംഗളകർമ്മങ്ങളെ സംബന്ധിച്ചുള്ള ആശങ്കകൾ ഒരു പരിധിവരെ ഒഴിവാക്കിയെടുക്കുവാൻ സാധിക്കും. വിദേശയാത്രയ്ക്കുള്ള ഏകദേശമുള്ള ശ്രമങ്ങൾ വിജയിക്കാനിടയുണ്ട്. ചുരുക്കത്തിൽ നവംബർ മാസം എന്ന് പറയുന്നത് ചെറിയ ചെറിയ പ്രതിസന്ധികൾ, വിവാദങ്ങളിൽ ചെന്ന് അകപ്പെടാതിരിക്കുക, നിയമപരമായിട്ടുള്ള പ്രതിസന്ധികളിൽ ചെന്ന് അകപ്പെടാതിരിക്കുക, അതുപോലെ തന്നെ കഠിന ദുഃഖങ്ങൾക്ക് കാരണമായേക്കാവുന്ന വെല്ലുവിളികളോ വഴക്കുകളോ ഇതൊന്നും തന്നെ ഇല്ലാതെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇതാണ് നമുക്ക് നവംബർ മാസത്തിൽ ശ്രദ്ധിക്കേണ്ടത്. നവംബർ മാസത്തിൽ ഇവരെ ദോഷപരിഹാരമായിട്ട് ചെയ്യേണ്ടുന്നത് വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകളോടെ ചെയ്യുക. ഇനി പൂരാട നക്ഷത്രത്തിൽ 2025 ഡിസംബർ മാസത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ: വിവാഹ വിഷയത്തിലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങി കാര്യങ്ങൾ ഏകദേശം അനുകൂലമായിട്ട് വരുന്നതാണ്. ഇത് വിവാഹ വിഷയമാണെങ്കിലും ഗൃഹനിർമ്മാണമാണെങ്കിലും തൊഴിൽ തേടുന്ന കാര്യമാണെങ്കിലും തൊഴിൽ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണെങ്കിലും ഉത്തമമായിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളാണെങ്കിലും നവീന നിർമ്മാണ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും ഡിസംബർ മാസത്തിലൂടെ അവയിലൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ ഏകദേശം അനുകൂലത്തിൽ വരുന്നതാണ്. കുടുംബപരമായിട്ട് ലഭിക്കേണ്ടുന്ന സ്വത്ത് വകകളെ സംബന്ധിച്ചുള്ള ആശങ്കകൾ ഏകദേശം പരിഹരിക്കപ്പെടുന്നതാണ്. സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ വിജയിക്കുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദേശത്ത് ഉപരിപഠനത്തിനൊക്കെ പോകുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ വിജയിക്കുന്നതാണ്. മറ്റുള്ളവരുടെ മനോഗതമറിഞ്ഞ് പ്രവർത്തിക്കുവാൻ വേണ്ടി ചെയ്യുന്ന ചില ത്യാഗങ്ങൾ പ്രശംസിക്കുവാനിടയുണ്ടെങ്കിലും അതിനിടയിലും ചില കുത്തിത്തിരിപ്പുകൾ പാരവെപ്പുകാർ ഉണ്ടാക്കാതിരിക്കുവാൻ വേണ്ടുന്ന ശ്രദ്ധയും ജാഗ്രതയും കൊടുക്കണം. പിതൃസ്ഥാനീയരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളൊക്കെ വരാതിരിക്കുവാൻ വേണ്ടുന്ന ശ്രദ്ധയും ജാഗ്രതയും മുന്നോട്ട് കൊടുത്തുകൊണ്ട് പോകേണ്ടതാണ്. ഇവരുടെ ദോഷപരിഹാരം എന്ന് പറയുന്നത് ഡിസംബർ മാസത്തിൽ ശനിയാഴ്ച ദിവസം നീല നിറത്തുള്ള വസ്ത്രം ധരിക്കുക, കാക്കയ്ക്ക് എല്ലാം തൈരും കലർത്തി ചോറ് കൊടുക്കുക, അതുപോലെ തന്നെ നീരാജനം സമർപ്പിക്കുക അസ്തമയ ശേഷം. ഇതാണ് ഇവരെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി നമ്മുടെ ഉത്രാട നക്ഷത്രം ഒന്നാം പാദക്കാരെ സംബന്ധിച്ച് 2025 നവംബർ മാസം എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ ഭാഗ്യതടസ്സവും കാര്യവിഘ്നവും പല കാര്യങ്ങളിലും വരുന്നതായിട്ട് തോന്നിയേക്കാം. പിതൃസ്ഥാനീയരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിൽ ചില ഭിന്നതകൾ വരാനിടയുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഗുരുക്കന്മാരുടെ അപ്രീതിക്ക് പാത്രമായേക്കാവുന്ന രീതിയിലായിരിക്കും ചില പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരിക. അതുപോലെ തന്നെ ഗുരുകാരണവന്മാരുടെ വിയോഗം ഈ കാലഘട്ടത്തിൽ ഉണ്ടാവാനിടയുണ്ട്. ഭോഗസൗഖ്യത്തിലേക്ക് നയിക്കപ്പെട്ടേക്കാം. ധനധാന്യ സമൃദ്ധിയിലൂടെ കടന്നു പോകുവാൻ സാധിക്കും. ചില അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ്. വിശേഷപ്പെട്ട ചില സുഖാനുഭവങ്ങൾ ഉണ്ടാകും. വിവാഹ വിഷയത്തിലുള്ള തടസ്സങ്ങൾ ഏകദേശം മാറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ വിജയിക്കും. ദാമ്പത്യ ജീവിതത്തിലുണ്ടായിരുന്ന അലോസരങ്ങൾ മാറ്റിയെടുത്തുകൊണ്ട് പോകുവാനുള്ള പരിശ്രമങ്ങളും ഏകദേശം വിജയിക്കേണ്ടതുണ്ട്. തൊഴിൽ മേഖലയിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടാം. തൊഴിലിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഫലവത്താകാനും ഇടയുണ്ട്. എന്നിരുന്നാൽ പോലും അർദ്ധാഷ്ടമശനി ദോഷമുണ്ട് എന്നൊരു ധാരണ വേണം. വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷാനുഭവങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളൊക്കെ സംഭവിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർ നവംബർ ഡിസംബർ മാസങ്ങളിൽ ശനീശ്വര പ്രീതി വരുത്തുക. ശനീശ്വരന് ശനിയാഴ്ച ദിവസം നീലനിറത്തിലുള്ള വസ്ത്രം ധരിക്കുകയും കാക്കയ്ക്ക് എള്ളും തൈരും കലർത്തി ചോറ് കൊടുക്കുകയും ശാസ്താവിന് അസ്തമയ ശേഷം
നീരാജനം സമർപ്പിക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി ഉത്രാടം 1-ാം പാദ നക്ഷത്രത്തെ സംബന്ധിച്ച് ഡിസംബർ മാസത്തിലെ ഗുണദോഷ ഫലം നമ്മൾ നോക്കിയാൽ കൂടുതൽ ഗുണഫലങ്ങളിലേക്ക് എത്താനാണ് സാധ്യത. തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല മംഗളകർമ്മങ്ങളും ഫലപ്രാപ്തിയിലേക്ക് എത്തുവാൻ വേണ്ടുന്ന പരിശ്രമങ്ങൾ വിജയിക്കാനിടയുണ്ട്. അതുപോലെ തന്നെ ദാമ്പത്യപരമായിട്ട് നിലനിന്നിരുന്ന ചില അലോസരങ്ങൾ പറഞ്ഞ് രമ്യപ്പെടുത്തി കൊണ്ടുപോകുവാൻ സാധിക്കും. വിവിധ തരത്തിലുള്ള സുഖാനുഭവങ്ങൾക്കിടയാകും. തൊഴിൽ ലഭ്യമാകാനിടയുണ്ട്. തൊഴിൽ മേഖലയിൽ നിന്നിരുന്ന ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാൻ ഇടയുണ്ട്. ധനപരമായിട്ടുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ വിജയിക്കും. രോഗവിഷയത്തിൽ രോഗവിമുക്തി പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ്. എങ്കിലും ഏത് കാര്യത്തിലും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പ്രാരംഭത്തിൽ ഉണ്ടായേക്കാം. അവയൊക്കെ തട്ടിമാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടുന്ന പരിശ്രമം, തുടർച്ചയായിട്ടുള്ള പരിശ്രമങ്ങൾ നിങ്ങളെ വിജയപഥത്തിൽ എത്തിക്കുന്നതാണ്. ഡിസംബർ മാസത്തിൽ ഇവർ ചെയ്യേണ്ടത് ശനിദോഷ പരിഹാരം തന്നെ തുടർന്ന് പോകുക എന്നുള്ളതാണ് ദോഷപരിഹാരത്തിൻ്റെ പട്ടികയിൽ വരുന്നത്. ഇനി നമുക്ക് ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം, 1-ാം പാദ നക്ഷത്രയാത്രയുടെ കൂറടിസ്ഥാനത്തിലുള്ള പൊതുഫലം നോക്കിയാൽ 2025 നവംബർ മാസം 1-ാം തീയതി മുതൽ ഏകദേശം ഡിസംബർ മാസം 5-ാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ ഏത് കാര്യത്തിലും ഒരു തടസ്സങ്ങൾ വന്ന് ഭവിക്കാനിടയുണ്ട്. ഏത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിത്തിരിച്ചാലും അവയിലൊക്കെ ഒരു നിരാശ അല്ലെങ്കിൽ അലച്ചിൽ വർദ്ധിക്കുന്ന സാധ്യത. അതുപോലെ തന്നെ ശാരീരികമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അലട്ടുക. ഏത് കാര്യം വിജയിക്കേണ്ടതാണെങ്കിലും വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചാൽ അത് പ്രതീക്ഷിക്കുന്ന രീതിയിൽ പ്രതീക്ഷിക്കുന്ന സമയത്ത് വിജയിക്കാതിരിക്കുക. ഏത് കാര്യത്തിലും ഒരു അകാരണമായിട്ടുള്ള തടസ്സം നേരിടുവാനുള്ള സാധ്യതയും ഈ കാലഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഉയരങ്ങളിൽ നിന്ന് വീഴാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ ഉണ്ടാകേണ്ടതാണ്. അതുപോലെ തന്നെ മനസ്സിൽ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടാനിടയുണ്ടെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ഉന്നതിയും ധനധാന്യ സമൃദ്ധിയും ഏതെങ്കിലും തരത്തിലുള്ള അംഗീകാരവും ഒക്കെ ലഭിക്കാനിടയുണ്ടെങ്കിലും 4-ലെ ശനി അർദ്ധാഷ്ടമ ശനിദോഷത്തിൻ്റെ ഫലം ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ ഭാഗ്യാനുഭവങ്ങൾ കയ്യെത്തും ദൂരത്തിൽ തടസ്സപ്പെട്ടു പോകുന്നു എന്ന് പറയുന്നത് പോലുള്ള ഒരു അനുഭവം ഉണ്ടായേക്കാം. എന്നാൽ അതിന് കഠിനമായ പരിശ്രമത്തിലൂടെ അത്തരം തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുമെന്ന് മറന്നു പോകരുത്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾ മറ്റെന്തെങ്കിലും ലാഭം പ്രതീക്ഷിച്ച് ചെയ്യുന്നു എന്ന രീതിയിൽ തെറ്റായി വ്യാഖ്യാനിക്കാനിടയുണ്ട്. അവയിലും ശ്രദ്ധയും ജാഗ്രതയും പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് തന്നെയാണ് നല്ലത്. അനാവശ്യമായിട്ടുള്ള തിടുക്കം, എടുത്തിയാട്ടം, കോപം, അതുപോലെ തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് മറ്റുള്ളവരെ വെട്ടിക്കുവാനോ വിചാരണ ചെയ്യുവാനോ ഒക്കെ ഉള്ളൊരു രീതി, ഇവയൊക്കെ ഈ കാലഘട്ടത്തിൽ ഒഴിവാക്കേണ്ടതാണ്. പൊതുവേ നമ്മൾ പറഞ്ഞാൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നെങ്കിൽ, എന്തെങ്കിലുമൊക്കെ വിവാഹമോ ഗൃഹനിർമ്മാണ പ്രവർത്തനമോ മറ്റെന്തെങ്കിലും കാര്യമൊക്കെ ചെയ്യുന്നെങ്കിൽ അത് കഴിവതും ഡിസംബർ 5-ന് ശേഷം മാറ്റിയെടുക്കുവാൻ വേണ്ടുന്നൊരു പരിശ്രമം നടത്തിക്കൊണ്ട് പോകുന്നതാണ് നല്ലത്. ഇവർ നവംബർ ഡിസംബർ മാസങ്ങളിൽ പ്രധാനമായിട്ടും ശനിദോഷ പരിഹാരമാണ് ചെയ്യേണ്ടത്. ശനിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ദോഷപരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. ശനിയാഴ്ച ദിവസം കഴിവതും ലഹരി പദാർത്ഥങ്ങൾ വർജിക്കുക, മത്സ്യമാംസാദി ലഹരി പദാർത്ഥങ്ങൾ വർജിക്കുക, ഉപവാസവ്രതമായിട്ട് അനുഷ്ഠിക്കാൻ പറ്റുമെങ്കിൽ സാധിക്കുക തുടങ്ങിയിട്ടുള്ള പരിഹാര മാർഗങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്നത് നന്നായിരിക്കുമെന്നാണ് നമുക്കിതിലൂടെ സൂചിപ്പിക്കാനുള്ളത്. ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ സ്ത്രീജനങ്ങളാണെങ്കിൽ കന്മഷി മുതൽ അവർ ധരിക്കുന്ന പൊട്ടുകുത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ കറുപ്പോ നീലയോ ആയിരുന്നാലും നന്നാണെന്നാണ് ജ്യോതിഷാഭിപ്രായം. എന്തായാലും ധനുക്കൂറുകാരുടെ നവംബർ ഡിസംബർ മാസ ഗുണദോഷ ഫല സാധ്യതകളിൽ നവംബർ മാസത്തെ അപേക്ഷിച്ച് ഡിസംബർ മാസം കുറച്ചുകൂടെ മെച്ചപ്പെട്ടതായിരിക്കും എന്നാണ് നമുക്കിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ടുള്ളത്. നന്ദി, നമസ്കാരം.